ഈ അതിമനോഹരമായുള്ള സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മണലൂർ പഞ്ചായത്തിലെ കെട്ട് എന്ന് പറയും. ആ സ്ഥലമാണിത്. വളരെയേറെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ടൂറിസം വകുപ്പ് ഇതിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിലോ അവിടെ നിന്ന് വണ്ടി വയ്ക്കണമെങ്കിലോ ഒക്കെ പൈസ കൊടുക്കണം. അപ്പോൾ 10.73 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വക കാണുന്ന അങ്കക്കെട്ടൊക്കെ ചെയ്ത് വെച്ചോണത്. അവിടെ ഒരാൾക്ക് വെറുതെ ചെന്നിരിക്കാനോ ഒന്ന് പ്രകൃതി ആസ്വദിക്കാനോ ഉള്ള ഒരു പരിപാടി അവിടെ നടക്കില്ല. 15 രൂപ, 25 രൂപ, 50 രൂപ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനും ഇവിടെ ഇരിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിയുള്ളൂ. ഇങ്ങനെയാണോ ടൂറിസം പ്രമോഷൻ ചെയ്യുന്നത്? ജനങ്ങളുടെ കയ്യിലത്തെ കാശ് കൊള്ളടിക്കാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ നാട്ടുകാർക്കും ഇവിടേക്ക് വരുന്നവർക്കും കയറിയിരിക്കാനും ആസ്വദിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാനും കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ടൂറിസം വകുപ്പ് കേരളത്തിൽ? ഇത്രയും മനോഹരമായുള്ള ഒരു സ്ഥലത്ത് എന്തെല്ലാം ആക്ടിവിറ്റികൾ നടത്താനും ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്തോ, ഇപ്പോൾ ഇത് വെങ്കിടങ്ങ് പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പഞ്ചായത്തിന് വേറെ ഒരു വരുമാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ വരുമാനം കൊണ്ട് മാത്രം പഞ്ചായത്തിന് കോടികൾ സമ്പാദിക്കാം. ഇതിവിടെ ചെളി പിടിച്ച് ഇവിടെ ആകെ വൃത്തികെട്ട് ഇവിടെ ആകെ കാട് പിടിച്ച് ഈ കിടക്കണ കെടുപ്പ് നിങ്ങൾ കണ്ടില്ലേ? ഇതാണോ കേരളത്തിലെ ടൂറിസം വകുപ്പ് ചെയ്യുന്നത്? ഇവിടെ ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞാൽ വെറും നോക്കുകുത്തിയാണ്. എത്രയും മനോഹരമായുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് ആ കായൽ തീരങ്ങളൊക്കെ എത്ര മനോഹരമാക്കി എടുത്ത് ഇവിടേക്ക് വിദേശികൾ വരെ വരാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അതിനൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ആരും പഞ്ചായത്തായാലും ഇതായാലും ഇവിടെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയാലും ഒന്നും ചെയ്യില്ല. അവർക്ക് ഈ ആ കെട്ടിയിട്ട് ആ സ്ഥലത്ത് 10.73 ലക്ഷം രൂപ ചിലവ് ചെയ്തിട്ട് അവിടെ വരുന്ന ആൾക്കാരായി നിന്ന് കൈ പിടിച്ച് പിരിച്ച് കാശ് മേടിക്കണം. ആ 73 ലക്ഷം രൂപ മുതലാക്കണം. അങ്ങനെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കാനോ സന്തോഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റിനോ ഇതിനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇത്. ഇതൊക്കെ എടുത്ത് എത്ര സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുക, എത്ര മനോഹരമായുള്ള ഈ സ്ഥലങ്ങളാണെന്നറിയാം. ഇവിടെയൊക്കെ എന്തെല്ലാം ആക്ടിവിറ്റികൾ നടത്താം. കണ്ടോ? ഇതിപ്പോൾ പുഴപ്പോൾ ഈ വേനൽക്കാലത്താണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് കുറച്ചും കൂടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭംഗി എന്താണെന്നറിയാം. അതൊന്നും നോക്കാനോ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് കൊണ്ടുവന്ന് നടത്താനോ ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ല. വോട്ട് ചോദിക്കാനും അത് കഴിഞ്ഞ് MLA ആവാനും